കണ്ണീരിന് ലോകത്തെവിടെയും ഒരേ രുചിയാണ് ഉപ്പുരസം. അതിപ്പോൾ കേരളത്തിലെ സാധാരണ ഗ്രാമത്തിലായാലും ലണ്ടനിലെ ഹൈടെക് സിറ്റിയിലായാലും. പക്ഷേ സ്വന്തം ചോരയും നീരും കൊടുത്ത് ഒരു രാജ്യത്തെ സേവിച്ചിട്ട് ഒടുവിൽ ആ രാജ്യം നിങ്ങളെ ഒരു കറിവേപ്പില പോലെ എടുത്ത് പുറത്തേക്കെറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദനയുണ്ടല്ലോ, അതിന് അല്പം ആഴം കൂടുതലാണ്. ലണ്ടനിലെ ഹീത്രൂ എയർപോർട്ടിലൊരു 5 വയസ്സുകാരൻ അവൻ്റെ അമ്മയുടെ കൈപിടിച്ച് നിൽക്കുകയാണ്. അവനറിയില്ല എന്താണ് സംഭവിക്കുന്നതെന്ന്. അവന് ലണ്ടൻ നഗരം പരിചയമായി വരുന്നതേയുള്ളൂ. അപ്പോഴാണ് ബ്രിട്ടീഷ് ഹോം ഓഫീസിൻ്റെ വക ഒരു ഔദ്യോഗിക കത്ത് ആ കുടുംബത്തിൻ്റെ കൈകളിലേക്ക് വരുന്നത്. കത്തിലെ വരികൾ വളരെ ലളിതമായിരുന്നു. പക്ഷെ തകർത്തത് ഒരു കുടുംബത്തിൻ്റെ ആയുസ്സിൻ്റെ സമ്പാദ്യവും പ്രതീക്ഷകളുമായിരുന്നു. നിങ്ങളുടെ 5 വയസ്സുകാരനായ മകനെ എത്രയും പെട്ടെന്ന് ഈ രാജ്യത്ത് നിന്നും പുറത്താക്കണം, അല്ലെങ്കിൽ അവനെ നാടുകടത്തപ്പെടും. മാതാപിതാക്കൾക്ക് UK-യിൽ നിയമപരമായി തുടരാൻ വിസയുണ്ട്. അവർ അവിടെ തന്നെ ജോലി ചെയ്യുന്നുമുണ്ട്, നികുതി അടയ്ക്കുന്നുമുണ്ട്. പക്ഷേ 5 വയസ്സുള്ള മകന് അവിടെ തുടരാൻ അർഹതയില്ലത്രേ. ഇത്തരത്തിൽ 5 കുട്ടികൾക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ബ്രിട്ടൻ നാടുകടത്തൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. 6ാമത്തെ നോട്ടീസ് പോയത് ഭർത്താവിനൊപ്പം UK-യിൽ കഴിയുന്ന മാസങ്ങൾ മാത്രം ഗർഭിണിയായ ഒരു മലയാളി യുവതിക്കാണ്. ഗർഭപാത്രത്തിൽ വളരുന്ന ജീവൻ പോലും UK-യിൽ അഭയം നൽകില്ല എന്ന് ഹോം ഓഫീസ് പറയുമ്പോൾ അതിനെ നിയമപരിഷ്കാരം എന്നല്ല, ക്രൂരതയെന്നാണ് വിളിക്കേണ്ടത്. അന്താരാഷ്ട്ര മാധ്യമമായ ദി ഗാർഡിയൻ ഈ വാർത്ത പുറത്തുവിട്ടതോടെയാണ് UK-യിലെ മലയാളി കെയർടേക്കർമാർ അനുഭവിക്കുന്ന നരകയാതന ലോകം അറിഞ്ഞു തുടങ്ങിയത്. സ്വപ്നങ്ങളുടെ ലേലം വിളി. നമുക്ക് കുറച്ചു മാസങ്ങൾ പുറകോട്ട് സഞ്ചരിക്കാം. കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും ഒരു ജംഗ്ഷനിൽ അവിടെ വലിയൊരു ഫ്ലെക്സ് ബോർഡ് തൂങ്ങിയിട്ടുണ്ടാകും. അതിൽ ഇങ്ങനെയാണ് എഴുതിയിട്ടുണ്ടാവുക: UK-യിലേക്ക് കെയർടേക്കർമാരെ ആവശ്യമുണ്ട്, IELTS വേണ്ട, ഉയർന്ന ശമ്പളം, കുടുംബത്തോടൊപ്പം താമസിക്കാം. ഈ പരസ്യം കണ്ട് എത്രയോ പേരാണ് തങ്ങളുടെ ജീവിതം പണയം വെച്ചത്. പണ്ടൊക്കെ ഗൾഫിലേക്ക് പോകാൻ ആളുകൾ വീട് വിറ്റിരുന്നു. ഇന്ന് UK-യിലേക്ക് പോകാൻ ആളുകൾ ഉള്ള സമ്പാദ്യമെല്ലാം വിറ്റുപേർക്കുന്നു. 20-30 ലക്ഷം രൂപയാണ് ഓരോ ഏജൻസികൾക്കും കെയർ വിസയ്ക്കായി മലയാളികളിൽ നിന്നും ഈടാക്കുന്നത്. വീട് പണയം വെച്ചും ഭാര്യയുടെ സ്വർണം വിറ്റും ബ്ലേഡ് പലിശയ്ക്ക് പണം വാങ്ങിയും എങ്ങനെയെങ്കിലും UK-യിൽ എത്തിയാൽ രക്ഷപ്പെടാം, മക്കൾക്കെങ്കിലും നല്ലൊരു ഭാവി കൊടുക്കാം എന്നൊരൊറ്റ ചിന്തയിലാണ് ആ മനുഷ്യർ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷേ UK-യിൽ ചെന്നിറങ്ങിയപ്പോഴാണ് പലരും യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞത്. പലർക്കും പറഞ്ഞതുപോലെയുള്ള ജോലികളൊന്നും ഉണ്ടായിരുന്നില്ല. കെയർ ഹോമുകളിൽ ആഴ്ചകളിൽ 5-6 ദിവസം ജോലി വാഗ്ദാനം ചെയ്തവർക്ക് ആഴ്ചയിൽ 10-12 മണിക്കൂർ മാത്രമാണ് ജോലി ലഭിച്ചത്. റൂം വാടക കൊടുക്കാനും ഭക്ഷണത്തിനു പോലും തികയാത്ത അവസ്ഥ. സ്വന്തം നാട്ടിൽ അന്തസ്സായി ജീവിച്ചിരുന്ന പലരും അവിടുത്തെ ഒരു നേരത്തെ ഭക്ഷണത്തിനായി മലയാളി അസോസിയേഷനുകളുടെ മുന്നിൽ കൈനീട്ടേണ്ടി വന്നു. ഈ ദുരിതങ്ങൾക്കിടയിലേക്കാണ് ഇപ്പോൾ ഇരട്ടപ്രഹരമായി ഹോം ഓഫീസിന്റെ വക വിസ നിയന്ത്രണങ്ങൾ വരുന്നത്. ഡിപെൻഡന്റ് വിസ എന്ന കെണിയെക്കുറിച്ച്. ബ്രിട്ടീഷ് സർക്കാർ കെയർ വിസ അനുവദിച്ചപ്പോൾ ഒരു വലിയ ആനുകൂല്യം നൽകിയിരുന്നു. പ്രധാന അപേക്ഷകനൊപ്പം അവരുടെ പങ്കാളിക്കും കുട്ടികൾക്കും ഡിപെൻഡന്റ് വിസയിൽ UK-യിലേക്ക് വരാം. ഇതുകണ്ടാണ് പലരും കുടുംബത്തോടെ UK-യിലേക്ക് വണ്ടി കയറിയത്. ഭാര്യ കെയർ ഹോമിൽ ജോലി ചെയ്യുമ്പോൾ ഭർത്താവ് മറ്റു ജോലികൾക്കായി പോകും. കുട്ടികൾ അവിടെ തന്നെ പഠിക്കും. അങ്ങനെ ഒരുമിച്ച് ജീവിക്കാം എന്നതായിരുന്നു മോഹം. എന്നാൽ ബ്രിട്ടനിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിയതോടെ കുടിയേറ്റക്കാരുടെ എണ്ണം കുറയ്ക്കാൻ സർക്കാർ തീരുമാനിക്കുകയായിരുന്നു. അതിന്റെ ആദ്യ ഇരകൾ പാവം കെയർടേക്കർമാരാണ്. ഡിപെൻഡന്റ് വിസകളുടെ പുതുക്കൽ ഹോം ഓഫീസ് കൂട്ടത്തോടെ നിർത്തിവെച്ചു. വിസ പുതുക്കാൻ അപേക്ഷ നൽകുമ്പോൾ നിസ്സാര കാരണങ്ങൾ പറഞ്ഞത് നിരസിക്കുകയാണ് ഇപ്പോഴത്തെ പതിവ്. മാതാപിതാക്കളുടെ വിസയും കുട്ടികളുടെ വിസയും വെവ്വേറെ തീയതികളിലാണ് പലപ്പോഴും അവസാനിക്കുന്നത്. മാതാപിതാക്കളുടെ വിസ പുതുക്കി കിട്ടുമ്പോഴേക്കും കുട്ടികളുടെ വിസയുടെ കാലാവധി കഴിഞ്ഞിട്ടുണ്ടാകും. പിന്നെ അത് പുതുക്കാൻ അപേക്ഷിക്കുമ്പോൾ ഹോം ഓഫീസ് പറയും കുട്ടികൾക്ക് വിസ നീട്ടി നൽകാൻ കഴിയില്ല എന്ന്. അവരെ നാട്ടിലേക്ക് തിരിച്ചയക്കൂ. അങ്ങനെ 5 വയസ്സുള്ള കുഞ്ഞിനെ നാട്ടിൽ നിർത്തിക്കൊണ്ട് എങ്ങനെയാണ് മാതാപിതാക്കൾ UK-യിലേക്ക് ജോലിക്കായി പോവുക? അവർക്ക് നാട്ടിൽ ആരാണ് ഉണ്ടാവുക? ഇതൊക്കെ വല്ലാത്ത കടുംകെട്ടുകളാണ്. കുടുംബങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് അവരെ മാനസികമായി തകർത്ത് രാജ്യം വിടാൻ പ്രേരിപ്പിക്കുന്ന ഒരു കുതന്ത്രം. ചെറിയ രീതിയിലാണെങ്കിൽ കൂടി ബ്രിട്ടീഷ് സമ്പദ്ഘടനയ്ക്ക് സംഭാവനകൾ ചെയ്യുന്നവരാണ് ഇവരിൽ ഭൂരിഭാഗം പേരും. 1 ലക്ഷം കെയർടേക്കർമാർക്കൊപ്പം 1.2 ലക്ഷം ആശ്രിതരെത്തുന്നു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു 2023 കെയർ വർക്കർമാർക്ക് കുടുംബത്തെ കൊണ്ടുവരാനുള്ള അനുമതി നിർത്തുന്നതിനെക്കുറിച്ച് സർക്കാർ ആലോചിച്ചത്. 2024 മാർച്ച് മുതൽ ഈ വിലക്ക് നിലവിൽ വന്നു. 2025 ജൂലൈ മുതൽ വിദേശത്തു നിന്നും കെയർ വർക്കർമാരെ റിക്രൂട്ട് ചെയ്യുന്നത് പൂർണ്ണമായും നിരോധിക്കുകയും ചെയ്തു. ഈ പ്രതിസന്ധിക്ക് പിന്നിൽ ബ്രിട്ടീഷ് സർക്കാർ മാത്രമല്ല, വലിയൊരു വിസ മാഫിയ കൂടിയുണ്ട്. UK-യിലെ ചില കെയർ ഹോമുകളും ഏജൻസികളും ചേർന്ന് നടത്തിയ വലിയൊരു ബിസിനസ് ആലോചനയായിരുന്നു ഈ കെയർ വിസ.
കേരളത്തിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്ന് അവരിൽ നിന്ന് ലക്ഷങ്ങൾ കമ്മീഷൻ പറ്റുക, അവർക്ക് കൃത്യമായ ശമ്പളമോ ജോലിയോ നൽകാതിരിക്കുക. പല കെയർ ഹോമുകളുടെയും ലൈസൻസ് ഹോം ഓഫീസ് റദ്ദാക്കി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ലൈസൻസ് റദ്ദാക്കപ്പെടുമ്പോൾ അവിടെയുള്ള ജീവനക്കാരുടെ വിസയും സ്വാഭാവികമായും റദ്ദാകും. അവർക്ക് പുതിയൊരു ജോലി കണ്ടെത്താൻ 60 ദിവസത്തെ സമയം മാത്രമാണ് ലഭിക്കുക. ഈ 60 ദിവസങ്ങൾക്കുള്ളിൽ പുതിയൊരു സ്പോൺസർഷിപ്പ് കണ്ടെത്തുക എന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ അസാധ്യമാണ്. ഇങ്ങനെയുള്ള അടിയന്തര സാഹചര്യങ്ങളിലാണ് കുട്ടികളെയും ഗർഭിണികളുടെയും വിസ റദ്ദാക്കപ്പെടുന്നത്. ഒരു ഗർഭിണിയായ സ്ത്രീക്ക് യാത്ര ചെയ്യാൻ പോലും ആരോഗ്യപരമായ നിയന്ത്രണങ്ങൾ ഉള്ളപ്പോഴാണ് അവരോട് രാജ്യം വിടാൻ ഹോം ഓഫീസ് ആവശ്യപ്പെടുന്നത്. ഇത് മനുഷ്യാവകാശ ലംഘനമല്ലേ എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും ചോദിച്ചു തുടങ്ങി. ഇനി എങ്ങോട്ട്? ചോദ്യചിഹ്നമാകുന്ന ജീവിതങ്ങൾ. ഇപ്പോൾ UK-യിലുള്ള മലയാളികൾ വലിയൊരു ഭീതിയിലാണ്. ഏത് സമയത്താണ് തങ്ങളുടെ ഫോണിലേക്ക് അല്ലെങ്കിൽ മെയിലിലേക്ക് ഹോം ഓഫീസിന്റെ റിജക്ഷൻ ലെറ്റർ വരുന്നതെന്ന് അവർക്ക് അറിയാൻ കഴിയുന്നില്ല. നാട്ടിലേക്ക് തിരിച്ചു വരാൻ ഭയമാണ്. കാരണം നാട്ടിൽ വന്നിറങ്ങിയാൽ കടക്കാരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ അവർക്ക് മറുപടിയില്ല. വിറ്റുകളഞ്ഞ സ്വത്തുക്കൾ ഇനി തിരിച്ചു പിടിക്കാനുമാവില്ല. ബ്രിട്ടനിലെ മലയാളി സംഘടനകൾ ഹോം ഓഫീസിന്റെ ഈ നടപടിക്കെതിരെ നിയമ പോരാട്ടത്തിന് ഒരുങ്ങുന്നുണ്ട്. ദി ഗാർഡിയൻ ഈ വാർത്ത പുറത്തുവിട്ടതോടെ ബ്രിട്ടീഷ് പാർലമെന്റിലും ഈ വിഷയം ചർച്ചയാകാൻ സാധ്യതയുണ്ട്. നിയമങ്ങൾ മാറ്റാം, പക്ഷെ അതിന് മുൻകാല പ്രാബല്യം നൽകി ഇതിനകം രാജ്യത്തെത്തിയ കുട്ടികളെയും ഗർഭിണികളെയും വേട്ടയാടുന്നത് ക്രൂരതയാണ്. UK-യിലെ ഓരോ മലയാളി വീട്ടിലും ഇന്ന് പ്രാർത്ഥനകൾ മാത്രമാണ്. കഷ്ടപ്പെട്ട് നേടിക്കൊടുത്ത ജീവിതം തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നഷ്ടപ്പെടരുതേ എന്ന പ്രാർത്ഥന. ഈ വിഷയത്തിൽ UK സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് മാനുഷിക പരിഗണനയുള്ള ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രവാസി ലോകം പ്രതീക്ഷിക്കുന്നത്. ഈ നിയന്ത്രണങ്ങളും നിരോധനങ്ങളും എല്ലാം നിലവിൽ വരുന്നതിന് മുൻപായി UK-യിൽ എത്തിയവരാണ് നോട്ടീസ് ലഭിച്ച കുട്ടികൾ എന്നത് ശ്രദ്ധേയമാണ്. നിയമപരമായി തന്നെയായിരുന്നു അവർ അവിടെ ഇത്രയും നാളും താമസിച്ചിരുന്നതും. പ്രവാസം എന്നത് പലർക്കും പല വീടുകളുടെയും ആഡംബര കാറുകളുടെയും ചിത്രമാണ്. പക്ഷെ അതിനു പിന്നിൽ ഇങ്ങനെയുള്ള വലിയ കണ്ണീർ കഥകൾ കൂടിയുണ്ട്. ലോകത്തിന്റെ ഏതു കോണിലിരുന്നും മലയാളി അധ്വാനിക്കുന്നത് അവന്റെ കുടുംബത്തിനു വേണ്ടിയാണ്. ആ കുടുംബത്തെ തന്നെ ഇല്ലാതാക്കാൻ നോക്കുന്ന നിയമങ്ങൾക്ക് മുന്നിൽ അവർ തോറ്റുകൊടുക്കില്ല. UK-യിലെ മലയാളി സമൂഹം ഈ പ്രതിസന്ധിയെയും അതിജീവിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.